ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് സാൻജോ മൗണ്ടാണ്. കരിങ്കുന്നം ഭാഗമാണ്. കരിങ്കുന്നം സാൻജോ മൗണ്ട് ഒരു പള്ളിയും ഒരു മൗണ്ടും അതിൻ്റെ ഭാഗമായിട്ട് പുറകോട്ടുള്ള മൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് പോയി നോക്കാം. പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് കരിങ്കുന്നം സ്ഥലം. സാൻജോ മൗണ്ട് പള്ളിയാണ് അങ്ങോട്ട്. നമുക്ക് കാണാനുള്ള സ്ഥലം ഇതാണ്, സാൻജോ മൗണ്ട്. മുകളിലോട്ടൊരു മൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പം കാണുമെന്നറിയില്ല, പൂട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ പള്ളിമുറ്റത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയയാണ്. ഞാൻ അവിടെ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഞാൻ അങ്ങോട്ട് കയറി വന്നായിരുന്നു. ഇത് പള്ളിയുടെ മുറ്റമാണ്. ഓടി മേഞ്ഞ മേൽക്കൂരയാണ് ഈ പള്ളിക്ക്. പഴയൊരു ഇത് അവിടെ നിലനിർത്തുന്നുണ്ട്, പഴയൊരു സ്റ്റൈല്. ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വലുതായിട്ട് സാൻജോ മൗണ്ട് എന്നൊരു എഴുത്തും വെച്ചിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ വടക്കുമുറിയാണ് സ്ഥലം. തൊടുപുഴയിൽ നിന്ന് കരിങ്കുന്നം കയറി കരിങ്കുന്നം വടക്കുമുറി റോഡാണ് സ്ഥലം. വലിയ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഭർത്താവിൻ്റെ. പള്ളിയുടെ മണിയാണ് മേളിൽ കാണുന്നത്. കയറി ഇവിടെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് പുറകോട്ട്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞ് 6:30 ആവാറായിട്ടുണ്ട് സമയം. ഈ സമയത്ത് ആൾക്കാർ ഇത് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമ്മുടെ സംസ്ഥാനക്കാരല്ല, ഭായിമാരാണ്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അലങ്കാരം ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ, പക്ഷെ വെള്ളമില്ല. ഈ നിർമ്മിച്ച കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വർഷം ആരാണ് എന്തൊക്കെയാണ്. മേളിലോട്ട് കയറിപ്പോകുന്ന പടിയാണ്. ഇവിടെ അത്ഭുതോർവ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. 7-ാം സ്ഥലം. മേളിലോട്ട് പോയി നോക്കാം. 7-ാം സ്ഥലം. കിണറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ 1-ാം സ്ഥലത്ത് കയറിയിട്ടുണ്ട്. പടിയൊക്കെ കുറച്ച് മുമ്പോട്ട് വന്നായിരുന്നു. അപ്പം ഇങ്ങോട്ടെന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ഓരോ ഇതുമാണ് സൂചിപ്പിക്കുന്നത്. ജനനം തൊട്ട് മരണം വരെയുള്ള ഇത്, ഉയർത്തെഴുന്നേൽപ്പ്, അതെല്ലാം ചിത്രീകരിച്ചുകൊണ്ടൊരു ഗുഹ പോലെ ഒരു രീതിയിലാണ് ഇവിടെ. ഇത് 1-ാം സ്ഥലം. ഒരു മൗണ്ട് പോലത്തെ ഒരു ഏരിയ ആണ്. മേളിലോട്ട് നല്ല കയറ്റമാണ്. സമയത്ത് ആൾക്കാരുണ്ട്. കുറച്ചുകൂടി മുമ്പോട്ട് കയറി വന്നായിരുന്നേ. ഇതുകൊണ്ടോ ഒരു നാരങ്ങയാണ്. ഇതിവിടെ നാരങ്ങ ഇഷ്ടംപോലെ ഇപ്പം ഉണ്ട്. മേലാണ്ടെല്ലാം ഉണങ്ങി ഡ്രൈ ആയിട്ട് ഇപ്പം ഉണ്ട്. ചെടി മരസഹിതം. പേപ്പർ പൂ ഇഷ്ടം പോലെ ഉണ്ട്. ആ ചെടി ആക്ച്വലി ഒരു 5 മണി സമയം കഴിഞ്ഞ് അവിടെ ഒരു സ്പെൻഡ് ചെയ്യുന്ന നല്ലൊരു സമയമാണ്. എന്താണ് കറ്റാർവാഴയോ എന്തോ കേട്ടോ, അതുപോലെ ഒരു വലിയ സാധനമാണ്. കറ്റാർവാഴയല്ല, വേറെ എന്തോ. മുള്ളില്ല കേട്ടോ, അതിൻ്റെ സൈഡിലൊന്നും മുള്ളില്ല. അങ്ങനെ മുള്ളില്ലെന്നല്ല, മുള്ളുണ്ട്, എന്നാലും അത്രയില്ല.
നമ്മൾ താഴേന്ന് ആ രൂപം കണ്ടില്ലേ, രൂപം വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു ഗുഹ പോലത്തെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പണിത് വെച്ചേക്കുന്നതാണ്. ഓരോ രൂപവും വെച്ചേക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പടി പോലെ അവിടെ ഇങ്ങനെ കയറി നിന്നിട്ട് താഴേന്ന് ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ലൊക്കേഷൻ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അതെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, ഇപ്പോൾ ഈ മേളിൽ നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നൊരിത് അതേ സ്റ്റൈലിലാണ് ഇപ്പം ഇങ്ങനെ. ഇത് ആദ്യത്തെ രണ്ടായിട്ടുള്ളൂ കേട്ടോ, ഇനി അങ്ങോട്ടുണ്ടേ. രണ്ടാമത്തെ കുരിശുമൂടല്ല, രൂപക്കൂട്. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാനായിട്ട്. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഇവിടെ പണിക്ക് വയ്ക്കുന്ന ഭായിമാരാണ്. താഴെ സംഭവം ഇങ്ങനെ കേട്ടോ, കുത്തനെ കയറ്റം പോലത്തെ ഏരിയയാണ്. ഇതാണ് ഇതിൻ്റെ നിരപ്പ്, നല്ല ഹൈറ്റാണ്. 6ാം സ്ഥലമായുള്ള ഇത് 7ാം സ്ഥലം. ഇനി അങ്ങോട്ട് ഇതേപോലെ രൂപങ്ങളിങ്ങനെ വെച്ച് ഗുഹ പോലത്തെ ഇതുണ്ട് മുകളിലോട്ട്. ഏറ്റവും മുകളിലെ ഇത് പോയി നോക്കാം, ഏറ്റവും മുകളിൽ വരെ. അവിടുന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും വൈബ് പോലും ഉണ്ടാവും എന്തെങ്കിലും. ഇതാണ് അത്ഭുത ഉറവ എന്ന് പറയുന്നത്, 7ാം സ്ഥലം. കിണർ അത്ഭുത ഉറവ ഉണ്ടെന്ന് പറയും, നമുക്കൊന്ന് നോക്കാം. ശരിയാണ് കേട്ടോ, അതോ ഉറവയുണ്ട്, വെള്ളമുണ്ടേ പറ്റാത്ത. തവളയൊക്കെ ഉണ്ട് അതിനകത്ത്, വെള്ളം കലക്കിയാണ് തവള. ആ തവള കിടക്കുന്ന കാണാം, ഇഷ്ടം പോലെ ഉണ്ട്. ഈ 7ാം സ്ഥലം എത്തുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഉറവ, അത്ഭുത ഉറവ എന്ന് പറയുന്ന കിണർ. ഇപ്പം നിൽക്കുന്ന 6ാം സ്ഥലമാണ്. ഇവിടുന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴിയാണ്. ആഹാ, നല്ലൊരു ഇറക്കം. പള്ളിയൊക്കെ അവിടെ നോക്കും കാണാം. താഴെ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ വലതുഭാഗത്തായിട്ട് ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, സൈഡിൽ സാധാരണക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്ന മൊത്തം വനമാണ്. റബ്ബറൊക്കെ ഇഷ്ടംപോലെ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ഓരോ ഭാഗത്തും ഇങ്ങനെ കയറുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡ് ഇങ്ങനെ മറിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ അത് നേരെ വെച്ചാലും പിന്നെയും മറിഞ്ഞു വീഴും. എല്ലായിടത്തും ഇങ്ങനെയാണ് കേട്ടോ, സ്റ്റാൻഡ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുക. നല്ല കാറ്റാണ്. അപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ല് വെച്ച് പിടിപ്പിച്ചാണ് നല്ല ഡിസൈനിങ്ങിൽ. പച്ചപ്പ് മഴക്കാലത്തൊക്കെ വന്ന സമയത്തൊക്കെ, നേരത്തെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ കാണുന്നതാണ്. നല്ല പച്ചപ്പാണ്. ഇപ്പം വേനലായിട്ട് വെള്ളമൊന്നും ഇല്ലല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. ഒരു ഗാർഡിയൻ സ്റ്റൈലിലാണ് ഇങ്ങോട്ട് ഇത് പണിത് വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാം ചിത്രീകരിക്കുന്നതും. ഇപ്പോൾ ഏതാണ്ട് ഒരു ടോപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഈശോ മിശിഹായെ ക്രൂശിക്കുന്നു എന്ന് പറയുന്നൊരു സ്റ്റേജൊക്കെയാണ് അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി മുകളിലോട്ട് പോകാൻ തോന്നുന്നു. അപ്പം നമുക്ക് പോയി നോക്കാം. ഏറ്റവും മുകളിൽ വന്നായിരുന്നേ, ഇവിടെ കൊണ്ട് അപ്പം അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 14ാം സ്ഥലം കല്ലറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വലിയ രൂപമുണ്ട് ഇവിടെ, മാതാവ് ഈശോനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതാന്ന് തോന്നുന്നുണ്ടോ കല്ലറ എന്ന് ഉദ്ദേശിച്ചത്. ഇത് ഇവിടെ സ്ഥാപിച്ചേക്കുന്ന ഒരു വിളക്കാണ്. പഴയ ഒരു ഇത് തോന്നിക്കുന്നുണ്ട്, നല്ല പഴയ ഒരു കാലപ്പഴക്കം തോന്നുന്ന രീതിയിലുള്ള. അതേപോലെ തന്നെ ഒരു കുരിശ് ചെതലെടുത്ത് തീരാറായതാണ്, ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഈ കല്ലറ എന്ന ഭാഗം ഇവിടെ പൂട്ടിയിട്ടേക്കാണ്. അതങ്ങനെ തുറന്ന് കാണിക്കുന്നതല്ലെന്ന് തോന്നുന്നു. താഴോട്ട് പൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 14-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. കാലവരി ഇവിടെ ഈ രൂപം നിർമ്മിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഇത് ആളുടെയൊക്കെ പേരോടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്പോൺസർഡ് ബൈ മിസ്റ്റർ ജെയിംസ് മണി മറ്റപ്പള്ളി, വടക്കമുറി, USA. ആ കല്ലറയും ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുവഴി ഒരു വഴി ഉണ്ടാവും. ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പുറകിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാറ, അതിൻ്റെ മേളിൽ നോക്കുമ്പോൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാവുന്ന താഴത്തോട്ടുള്ള സ്ഥലങ്ങൾ, ചെറിയൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയാം. ഇപ്പം സമയം രാത്രിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പം 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. തിരിച്ച് തിരിച്ചു പോകും. അപ്പം എന്നാലും ഒന്ന് പോയി നോക്കാൻ കൊള്ളാമെന്നുണ്ട്. ഇന്ന് സമയം ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിങ് കുറവാണ്, ഇനി കിട്ടുന്നതെന്ന് അറിയില്ല ക്യാമറയിൽ. ഇതാണ് നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ട പാറ. അപ്പം ഞാൻ ആ പാറയുടെ മേളിൽ കയറിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആ പാറ. ഒരു പാറയുടെ മേളിൽ മറ്റൊരു പാറ ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നതിൻ്റെ ഭാഗം. അതേപോലെ തന്നെ ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതുവഴി കയറി ഇപ്പുറത്തെ പാറയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴത്തോട്ടുള്ള ആ ഒരു പണി നടക്കുന്നതിൻ്റെ ഭാഗമൊക്കെ കാണാം. പാറമടയാണ്, കല്ലെടുപ്പ് പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ. പാറ പൊട്ടിച്ച് കല്ലെടുത്ത് ഇവിടെ നിരത്തിയേക്കാണ്. താന്ന സ്ഥലങ്ങളാണ്. അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ. മേളിലോട്ടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മലനിരകൾ. ഇതാണ് ഞാനിപ്പോൾ കയറി നിന്ന പാറയാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം വേണ്ട വൈകിട്ടുണ്ട്. ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോയേക്കാം. സമയം കുറേ ആയി വൈകി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന സ്ഥലങ്ങളെല്ലാം ഇരുട്ടി മൂടിയിട്ടുണ്ട്, ഇരുട്ട് കയറി. ഏറ്റവും മേളിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് എത്തിയിട്ടുണ്ട്. പള്ളിയുടെ സാൻജോ മൗണ്ട് പള്ളി, വടക്കുംമുറി ഏറ്റവും താഴെയാണ് പള്ളിയുടെ മുറ്റം. അപ്പം എല്ലാം കണ്ടു. സമയം ഇപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് തിരിക്കുകയാണ്, നേരെ തൊടുപുഴയ്ക്ക്. മറ്റൊരു യാത്രയിൽ കാണാം. അതുവരെയും ടാറ്റാ.